ഭഗവതി തീരന്നെ തുടങ്ങും. എന്തിനു വേണം? ഇവിടെ എല്ലാവർക്കും ഓരോ ദോശ. അയ്യോ എനിക്ക് വേണ്ട, എന്റെ കാശില്ല. എനിക്കും വേണ്ട അല്ലമ്മ. ഞാൻ രാവിലെ കുറച്ച് പഴങ്ങഞ്ഞി മറിച്ചിരി കൂടെ കരയ്ക്കുമോ. ഓ, കാശൊക്കെ ഞാൻ കൊടുക്കാം. ആ ഓണറേ, ദോശ വരട്ടെ. ചേഞ്ചിന്റെ 100 രൂപയ്ക്ക്. ആകപ്പാട് 1.5 പക്കാരിയുടെ കച്ചവടമാണ് എനിക്ക്. ചേഞ്ച് വാങ്ങാൻ കണ്ടൊരു സ്ഥലം. ചെല്ലമ്മയുടെ കയ്യിൽ ഒരുപക്ഷെ കാണുമായിരിക്കും. ആ കണ്ട് കണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ 100 ഉലുവായിരിക്കുന്ന കാര്യം. ഇത് എവിടെ നിന്ന് കുത്തിത്തിറന്ന് എടുത്തത് കൊച്ചങ്ങത്തെ? എല്ലാരും കണ്ടല്ല. ഇനി ഇടുപ്പിത്തെറുകിക്കൊണ്ട് നടക്കി. എന്റെ ഭഗവാനെ, ഇവളെ കൊണ്ട് തോറ്റു. അമ്പലമുക്കിൽ റൗഡി ശല്യം. ഇതൊക്കെ എടുത്ത് വലിയ വെണ്ടയ്ക്ക് കൊടുക്കുന്നവനെ വേണം പറയാൻ. ന്യൂസിനെ പറ്റി ഒരു വിവരവും ഇല്ല. കണ്ടോ, ചുമ്മാ കേസാക്കണ്ട, വിട്ടുകള, പാവങ്ങൾ പിഴച്ചോട്ടെ. സ്ഥലത്തെ വലിയമ്പലത്തിൽ ഒരു പറ്റം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ സംഘം ചേർന്നിരുന്ന് വഴിയെ പോകുന്ന സ്ത്രീകളെ കേട്ടോ. ഞാൻ പത്രം നടത്തിക്കൊണ്ടിരുന്ന കാലത്താണെങ്കിൽ അണ്ണൻ ഏത് കാലത്ത് പത്രം നടത്തിയത്? എടാ തങ്കപ്പ, എന്റെ പത്രത്തിൽ എഴുതിയിട്ടല്ലേടാ നിന്നെ പിരിച്ചയച്ചത്. പത്രത്തിൽ എഴുതി. ആ ചെറുക്കൻ എന്നുണ്ടല്ലോ പറയില് ഗോപിപ്പിള്ളല്ലേ ചുമ്മാ നടക്കട്ടെ എന്ന് അധികാരി ഇങ്ങനത്തെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എല്ലാം അവളുമാര് വാങ്ങിച്ചെടുത്തോളൂ. ആ ചെല്ലമ്മയുടെ നടപ്പാണ്. അതിന് എന്നെ ഉപദ്രവിക്കുന്ന എന്തിനേ? നോക്ക് നോക്ക്, ഓന്ത് ചോര കുടിക്കുന്ന പോലെയല്ല വയസ്സുകാലത്തിന് 100 വലിച്ച് കുടിക്കുന്നത്. ഇങ്ങോട്ട് വരി. തങ്കപ്പ ശരി സഹിക്കണില്ലല്ലേ? അയ്യോ മേശരി, ഞങ്ങൾ അതിനൊന്നുമല്ല. ഏതിനൊന്നുമല്ല. സത്യമായിട്ട് മേശരി ഞങ്ങളെ ചിരിച്ച് ആണേം സത്യമൊന്നും ഇടണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതിനകത്ത് ഇരുന്നുകൊണ്ട് വഴിയെ പോകുന്ന പെമ്പിള്ളേരെ നോക്കി അതും ഇതും പറയാനൊക്കെ. ചേടാ, നിങ്ങളോ ചതയാണെങ്കിൽ വേല ചെയ്യൂല. അതുങ്ങളോട്ട് വേല ചെയ്ത് ജീവിക്കാൻ അനുവദിക്കുകയും. അമ്പലമുക്കിൽ റൗഡി ശല്യം, അധികാരികൾ ശ്രദ്ധിക്കണം. ആ അധികാരികൾ ശ്രദ്ധിക്കണം. അമ്പലമുക്കിൽ മാത്രമല്ല റൗഡി ശല്യം. ഇല്ല, ഞാൻ സഹിക്കില്ല. ഞാൻ ഇട്ടത് പർവ്വത്യാർ നാനാവദ്ദേഹത്തിന് 8ത്തിൽ പിറന്ന മകനാണെങ്കിൽ ഇന്ന് സൂര്യൻ അസ്തമിക്കുമ്പോ അവൾ അടിച്ചിറക്കി വിടും. വേണം 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 വേണം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇറക്കി വിടണോ? കാര്യം അവൾ എന്നെ അവമാനിച്ചു, അച്ഛനെ അവമാനിച്ചു, എന്നെ കാപ്പിക്കടനടയിൽ വെച്ച് മറ്റുള്ളവർ നോക്കി നിൽക്കെ അവമാനിച്ചു. അവൾ ആരെയും അവമാനിക്കും. അവൾ അല്ലെങ്കിൽ ഒരു നിഷേധിയാണ്. അവളെ അവിടെ അടിച്ചിറക്കണം. അതെ, അവള് നിഷേധി തന്നെ, സമ്മതിച്ചു. പക്ഷെ എവനുണ്ടല്ലോ നല്ലവനായ നിന്റെ മോൻ, അവൻ എന്തിനാ അവളുമായിട്ട് സംസാരിക്കാൻ പോയി? അതല്ലെങ്കിൽ ഇവിടുത്തെ പതിവ് അങ്ങനെയാ. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ അതിനെതിരെ ചെയ്യൂ. ആ മോനെ, ഞാനമ്മ എവനുണ്ടല്ലോ നിന്റെ മോൻ, മോനല്ലായിരിക്കും. ആരോട് ചോദിച്ചോ? എവനുണ്ടല്ലോ ഈ ഗോപി, അവൻ എന്തിനാ അവളുടെ കൂടെ ഞൊണങ്ങ് പറിക്കാൻ പോകുന്നത്?
ഞാനൊന്നും പറിക്കാൻ പോകുന്നില്ല. നീ വട ഗോപി. കേശവ് എന്തോ ഇവളെങ്ങനാ ചെല്ലമ്മ? അതിപ്പം ഞാനിപ്പം അവളുടെ ജാതി എന്തെങ്കിലും ജാതി മതം ഒന്നും താൻ നോക്കണ്ട. ശരിയുള്ള മുഖമാ. അവക്ക് എന്തോ ഉണ്ട്. ശരീരമോ നല്ല കരിങ്കൽ പ്രതിമ കുത്തി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നു. എന്റെ മീശ എന്റെ മീശ. ഇതാര് ചെല്ലമ്മേ? മുറുക്കി ചോപ്പി നല്ല ജോറായിട്ടാണല്ലോ ഇരിപ്പ്. എന്ത് പിടിക്കല്ലേ? പക്ഷേ നമുക്കും കൂടെ സ്വപ്നം തരുമോ? തരാം. അവൻ അവന്റെ പാട്ടിന് ഓടോടിയോണേ. അല്ലേലും അവളൊരു മണ്ടിയാണക്കാ. ചുമ്മാ മിണ്ടാണ്ടിരുന്നാ പോരെ. ഇവനൊന്നും ചുമ്മാ വിടാൻ പാടില്ലക്ക. അവന്റെ ഒരു ചോദ്യം കണ്ടില്ല. പള്ളിയേക്കല് മൂക്കി കൂടി പോവിടാൻ അറിയാമോ? എണീച്ച് പോടാ അവിടുന്ന്. അലുകൊണ്ട് സഹിക്കാൻ വയ്യാൻ ഇച്ചിരി ഉമ്മത്തിന്റെ പൂവ് ഉണ്ടെന്ന് അരിഞ്ഞ് വലിക്കുമ്പോ മൂക്കി കൂടെ പുക വിടാമോ കണ്ണി കൂടെ പുക വിടാമോ? എണീച്ച് പോടാ അവിടുന്ന്. എടാ കൊച്ചിരാമ, തിണ്ണിയിൽ കൊണ്ടിട്ട് കിടന്നോ. പോടാ. എങ്ങനെയുണ്ട് വല്യേക്ക? വലിവിന് കുറവുണ്ടോ? ഒരു കുറവും. ഒരു വിളിയായിരുന്നു. വെള്ളപ്പൊക്കമാണ്. കുഞ്ചവരമ്പ് മുറിഞ്ഞെന്ന് തോന്നുന്നു. അയ്യോ, ചതിച്ച. എല്ലാം തൊലഞ്ഞ് ഉള്ള കുഞ്ച അത്രയും നശിച്ചു.
വെള്ളായണി ഭഗവതി ഇത്ര ദ്രോഹം ചെയ്തു കളഞ്ഞു.